യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന. സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാൻഡോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദ അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ കിസ് ഓൺ വീൽ സാൻഡോ മിഷൻ ക്വിസ്റ്റേമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. പല രൂപതകളും താണ്ടി സമ്മാന പെരുമഴയുമായി MSTയുടെ ഈ പ്രേഷിത വാഹിനി ഇന്ന് എത്തി നിൽക്കുന്നത് പാലക്കാട് രൂപതയിലെ ഒലവക്കോട് ഫൊറോനയ്ക്ക് കീഴിലുള്ള സെന്റ് ജെയിംസ് ദ ഗ്രേറ്റ് എന്ന വിശുദ്ധന്റെ നാമധേയത്തിലുള്ള ധോണിയിലെ ഇടവകയുടെ തിരുമുറ്റത്താണ്. നമ്മുടെ പ്രോഗ്രാം എന്താണ്, എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ ഓഡിയൻസ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പാർട്ടിസിപ്പൻസിനെ വിളിക്കണ്ടേ? അതെ, ഇന്നിവിടെ നമുക്ക് 4 പാർട്ടിസിപ്പൻസ് ആണ് ഉള്ളത്. ഏറെ സ്നേഹത്തോടെ നിറഞ്ഞ കയ്യടിയോടുകൂടെ നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിനുള്ള 4 പാർട്ടിസിപ്പൻസും ദാ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരൊന്ന് പരിചയപ്പെടണ്ടേ? നമുക്ക് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി നിങ്ങളുടെ പേരും ഇടവകയും പറഞ്ഞൊന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഡേവിസ് കെ കോശി. ഞാൻ വരുന്നത് ധോണിയിലെ സെയിൻറ്റ് ജെയിംസ് ദ ഗ്രേറ്റ് ചർച്ച് ഇടവകയിൽ നിന്നാണ്. എൻ്റെ പേര് നവീൻ റോയ്. ഞാൻ വരുന്നത് പുലാപ്പറ്റ ഹോളി ക്രോസ് ചർച്ച് ഇടവകയിൽ നിന്നാണ്. എൻ്റെ പേര് അൻസ്ജി ബോയ്. ഞാൻ ഞാറക്കോട് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് അലീന പ്രസാദ്. ഞാൻ സെൻറ്റ് ജെയിംസ് ദ ഗ്രേറ്റ് ചർച്ച് ധോണിയിൽ നിന്ന് വരുന്നു. 4 പേരുടെയും പേരും ഇടവകയൊക്കെ അറിഞ്ഞ് അവരെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഈ 4 പേരും നമ്മുടെ ചെറുപുഷ്പം മിഷൻ ലീഗിലെ കുട്ടി അംഗങ്ങളാണ്. ചെറുപുഷ്പം മിഷൻ ലീഗിൻ്റെ രൂപത ഡയറക്ടറായ ഫാദർ ജിതിൻ വേലിക്കകത്താണ് നമുക്ക് വേണ്ട എല്ലാ സഹായവും സ്നേഹവും സപ്പോർട്ടൊക്കെ നൽകി ഇതുപോലെ ഇത്രയും മനോഹരമായിട്ട് ഈ പ്രോഗ്രാം ഇന്നിവിടെ അരങ്ങേറാനായിട്ട് സഹായിച്ചത്. ഏറെ നന്ദിയോടെ ഓർക്കുകയാണ്. അച്ഛൻ ഈ ഇടവകയുടെ വികാരി കൂടിയാണ്. അച്ഛനൊരു കയ്യടി കൊടുക്കാമോ? ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ദിവസം അല്പം കൂടി ധന്യമാക്കാനായി ഒരാൾ നമ്മുടെ കൂടെ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. പുലാപ്പറ്റ ഇടവക വികാരിയും പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിയുമായ ഫാദർ ജോയ് ചീക്കപ്പാറയെ ഏറെ സ്നേഹത്തോടെ നമ്മെ ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. മിഷനെ അറിയുക, മിഷനെ സ്നേഹിക്കുക, സഭയെ സ്നേഹിക്കുക, ഒരു മിഷണറിനായി തീരുക എന്നുള്ള ദൗത്യം, ആ സന്ദേശം കേരളം മുഴുവനും ലോകം മുഴുവനും കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും പകർന്നു കൊടുക്കുവാൻ വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ മിഷൻ പ്രോഗ്രാമിനെ സെൻറ്റ് തോമസ് മിഷണറി സൊസൈറ്റി, ഒപ്പം തന്നെ ഷാലോം ടെലിവിഷൻ, പാലക്കാട് രൂപതയിലെ ചെറുപുഷ്പ മിഷൻ ലീഗ് ഒരുമിച്ച് ചേർന്നൊരുക്കുന്ന ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു. പാസ്റ്ററൽ കൗൺസിലിൻ്റെയും മിഷൻ ലീഗിൻ്റെയും രൂപതയുടെയും അഭിവന്യ പിതാവിൻ്റെയും രൂപതാ സമൂഹത്തിൻ്റെ മുഴുവൻ്റെയും എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം ഈ സമയം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഇതിൽ പങ്കുപറ്റുന്ന നിങ്ങൾ മക്കളെ 4 പേരെയും ഈ സമയം അനുമോദിക്കുകയും എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേരുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ സമർത്ഥമായി അവസിച്ച് ഈ സമയം ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വിവേകത്തോടും വിജ്ഞാനത്തോടും കൂടി എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കുവാനും സമൃദ്ധമായി ഉത്തരം പറയുവാനും വിജയം നേടുവാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ 4 പാർട്ടിസിപ്പൻസാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ഒരു പാർട്ടിസിപ്പൻറ്റിനെ മാത്രമേ ഒരു സമയത്ത് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറ്റാൻ കഴിയൂ. ആരെ കയറ്റും ആദ്യം?
ഒരു കാര്യം ചെയ്താലോ, ഒരു ഗെയിം നടത്തി നമുക്ക് കണ്ടുപിടിച്ചാലോ? അല്ലേ, റെഡി അല്ലേ? അതിൽ എൻ്റെ ഒരു ശരി, ഈ ചേട്ടൻ തലയാട്ടി. അപ്പോൾ ഗെയിം എന്താണെന്ന് പറഞ്ഞു തരട്ടെ. നമുക്ക് എത്ര രൂപതകളുണ്ട് കേരളത്തിൽ? 13 രൂപതകളുണ്ട്. അപ്പോൾ 8 സെക്കൻഡ് തരും. അതിൽ ഏറ്റവും കൂടുതൽ രൂപതകളുടെ പേര് പറയുന്ന കുട്ടിയായിരിക്കും ആദ്യം നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത്. റെഡിയല്ലേ? ഓക്കെ, തുടങ്ങാം. ഇവിടെ തുടങ്ങിയാലോ? പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം. സ്റ്റോപ്പ്. ടൈം കഴിഞ്ഞു. അടുത്ത ആള്. ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പാല, കോട്ടയം, എറണാകുളം, അങ്കമാലി, കോതമംഗലം, ഇടുക്കി, പാലക്കാട്, തൃശ്ശൂർ, മാനന്തവാടി. ഒത്തിരി പറഞ്ഞു തോന്നണല്ലേ. അടുത്ത ആള്. തൃശ്ശൂർ, പാലക്കാട്, അങ്കമാലി. സ്റ്റോപ്പ്. നെക്സ്റ്റ്. ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്. സ്റ്റോപ്പ്. അപ്പോൾ നിങ്ങൾ ഓഡിയൻസ് പറ, ഏറ്റവും കൂടുതൽ പറഞ്ഞ ആരാ? അയ്യോ, നിങ്ങൾ ഓഡിയൻസ് പോരട്ടെ. ആരാ? നവീൻ. നമ്മുടെ നവീനാണ് ആദ്യമായി പ്രേക്ഷിത വാഹിനിയിലേക്ക് കയറാൻ പോകുന്നത്. നവീൻ്റെ പേരും ഇടവകയാണ് നമുക്ക് അറിയുള്ളൂ. പക്ഷെ നവീനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അറിയണം. അതിനായിട്ട് നവീൻ്റെ ഒരു പ്രൊഫൈൽ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് ആ പ്രൊഫൈൽ കണ്ടാലോ? പൗളിൻ ചേച്ചി കർമ്മല മഠത്തിൽ പ്രവേശിക്കാൻ പോകുന്നു എന്ന വാർത്ത കൊച്ചു ത്രേസ്യയെ തളർത്തി. കർമ്മല മഠത്തിലെ ജീവിത രീതിയെപ്പറ്റിയും സ്നേഹവായ്പകളെപ്പറ്റിയും പൗളിൻ കൊച്ചനുജത്തിക്ക് വിവരിച്ചു കൊടുത്തു. തനിക്കുള്ള വാസസ്ഥലം കർമ്മല മഠമാണെന്ന് അന്ന് അവൾ മനസ്സിൽ കുറിച്ചു. ഒരു ഞായറാഴ്ച അവൾ മഠത്തിലെത്തി മഠത്തിൽ ചേരുവാനുള്ള ആഗ്രഹം മഠാധിപതിയെ അറിയിച്ചു. ഹായ്, എൻ്റെ പേര് നവീൻ റോയ്. ഞാനിപ്പോൾ 2ാം വർഷ നിയമ വിദ്യാർത്ഥിയാണ്. തൃശ്ശൂർ സർക്കാർ നിയമകലാലയത്തിലാണ് ഞാനിപ്പോൾ LLB പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. ചെറുപ്പം മുതൽ എൻ്റെ അപ്പനും അമ്മയൊക്കെ ഒത്തിരി വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ തരുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ വായിക്കുകയും അവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ മുതൽ എനിക്ക് കൂടുതൽ അങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കണമെന്നും അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നും ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കൂടുതൽ ഞാൻ വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. അവരുടെ നല്ല മാതൃകകളൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പകർത്താൻ ശ്രമിക്കുമായിരുന്നു. എൻ്റെ പപ്പയുടെ പേര് റോയി, എൻ്റെ അമ്മയുടെ പേര് ഷൈനി. അവർ രണ്ടുപേരും ചെറുപ്പം മുതൽ എന്നെ വിശ്വാസത്തിലാണ് വളർത്തിയത്. അതുപോലെ എനിക്കൊരു അനിയത്തിയുണ്ട്, അതുപോലെ വീട്ടിൽ അമ്മച്ചിയുണ്ട്. ചെറുപ്പം മുതൽ ഈ പള്ളിയിൽ നിന്നും അതുപോലെ തന്നെ എൻ്റെ മാതാപിതാക്കളിൽ നിന്നും ലഭിച്ച വിശ്വാസമാണ് എന്നെ ദൈവത്തോട് അടുപ്പിച്ചത്. ആ ദൈവത്തോട് ചേർന്ന് നിന്നാണ് എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും ദൈവത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. കൂടുതലായിട്ട് ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ നവീനോട് ചോദിക്കാനുണ്ട്. പക്ഷെ അതെല്ലാം നമ്മുടെ പ്രേക്ഷിത വാഹിനിട്ട് കയറി മത്സരം ആരംഭിച്ചിട്ട്. റെഡിയല്ലേ? എന്നാ പ്രേക്ഷിത വാഹിനിട്ട് കയറിക്കോളൂ. ഒന്ന് കൈയടിച്ച് കയറ്റി വിടാം നമുക്ക്. ഗെയിമിന്റെ റൂൾസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരട്ടെ. 4 റൗണ്ടുകളിലായിട്ട് 6 ചോദ്യങ്ങൾ കാണും. കൂടാതെ ഇടവകയോ രൂപതയോ സംബന്ധിക്കുന്ന 7ാമതായി ഒരു ചോദ്യവും കൂടെ കാണും. ഓരോ റൗണ്ടുകളും ശരിയായി ഉത്തരം പറഞ്ഞാൽ സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ 7 ചോദ്യങ്ങളും കൃത്യമായി ഉത്തരം പറഞ്ഞാൽ മാത്രമേ മെമൻറ്റോയും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗും ലഭിക്കുകയുള്ളൂ. അതിൽ 4 റൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താം. സഭാചരിത്രത്തെ പരിചയപ്പെടുത്തുന്ന ജെറുസലേം റൗണ്ട്, തോമാസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള അഡ്ജൻഡസ് റൗണ്ട്, വിഷ്വൽ റൗണ്ടായ ജെറീക്കോ റൗണ്ട്, വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന മാർഗം റൗണ്ട്. ഈ 4 റൗണ്ടുകളാണ് നമുക്കുള്ളത്. ഈ 4 റൗണ്ടിൽ ഏത് റൗണ്ട് ഫസ്റ്റ് വേണമെന്ന് നവീന് ചൂസ് ചെയ്യാം. ജെറുസലേം ആണ് ഇഷ്ടമെങ്കിൽ ആദ്യം ജെറുസലേം, അഡ്ജൻഡസ്, ജെറിക്കോ. അല്ലെങ്കിൽ മാർഗമാണ് ആദ്യം ഇഷ്ടമെങ്കിൽ മാർഗം, ജെറിക്കോ, ജെറുസലേം. അങ്ങനെ ഏത് ഓർഡർ വേണം എന്നുള്ള ചോയ്സ് ഒക്കെ നവീൻ്റെയാണ്. റൂൾസ് എല്ലാം മനസ്സിലായല്ലോ? മനസ്സിലായി. നമ്മുടെ ഓഡിയൻസ് ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾക്കൊരു ചാൻസ് ഇല്ലല്ലോ എന്ന്. വിഷമിക്കേണ്ട, ഇവിടെ ഇരിക്കുന്ന പകുതി സമ്മാനങ്ങളും നിങ്ങൾക്കുള്ളതാണ്.
പക്ഷെ അതിന് നിങ്ങൾ ഓഡിയൻസിന് വേണ്ടി ഞങ്ങൾ 2 ചോദ്യങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറഞ്ഞാൽ നമ്മുടെ പാർട്ടിസിപ്പൻസിനെ പോലെ തന്നെ നിങ്ങൾ ഓഡിയൻസിനും ഇന്നിവിടെ സ്റ്റാർ ആകാൻ പറ്റും. റെഡിയല്ലേ? സ്ക്രീനിൽ 4 റൗണ്ടുകൾ കാണിച്ചിട്ടുണ്ട്. ജെറുസലേം, അഡ്ജൻഡസ്, ജെറിക്കോ, മാർഗം. ഇതിലേത് റൗണ്ടാണ് ആദ്യം ചൂസ് ചെയ്യുന്നത്? ജെറുസലേം. സഭാചരിത്രത്തെ പരിചയപ്പെടുത്തുന്ന ഒരു റൗണ്ടാണ് ജെറുസലേം റൗണ്ട്. ഈ റൗണ്ടിൽ 2 ചോദ്യങ്ങളുണ്ടാകും. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനും. ആദ്യത്തെ ചോദ്യം നോക്കിയാലോ? യെസ്, നോക്കാം. മാർ സെബസ്ത്യാനി വികാരി അപ്പസ്തോലക്കായി കേരളത്തിലെത്തിയ വർഷം. ഓപ്ഷൻ 1661, 1771, 1699, 1899. ഈ 4 ഓപ്ഷനിൽ ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ എ 1661. ഉറപ്പാണ്? ഉറപ്പാണ്. നമുക്ക് ഉത്തരം നോക്കാം. കറക്റ്റ് ആണ്. എന്താണ് നോക്കിയിരിക്കുന്നത്? കൈയടിക്ക്. അങ്ങനെ ആദ്യത്തെ ചോദ്യം കറക്റ്റ് ആക്കി. പക്ഷെ കഴിഞ്ഞില്ല. കാരണം ഈ റൗണ്ടിലെ സമ്മാനം വേണമെങ്കിൽ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുണ്ട്. ആ ചോദ്യം നോക്കിയാലോ? നോക്കാം. ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: മാർത്തോമ ക്രിസ്ത്യാനികളുടെ ആദ്യത്തെ നാട്ടുമെത്രാൻ ആര്? ഉത്തരം അറിയാമോ? ഓപ്ഷൻസ് ഒന്നുമില്ല. അറിയാം. ചിന്തിച്ച് പറയേണ്ട ഉത്തരമാണ്. പള്ളി വീട്ടിൽ ചാണ്ടിക്കത്തനാർ. ഉറപ്പാണ്? ഉറപ്പ്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. അങ്ങനെ ആദ്യത്തെ റൗണ്ടിലെ 2 ചോദ്യങ്ങളും ശരിയായി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ആദ്യ റൗണ്ടിന്റെ സമ്മാനം വേണോ? വേണം. ഞാനൊട്ട് സമ്മാനം വേണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സമ്മാനം കൊടുക്കാം. അടുത്തത് ഇനി ബാക്കി നിൽക്കുന്നത് 3 റൗണ്ടുകളാണ്. അതിൽ ഏത് റൗണ്ടാണ് ഇനി ചൂസ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കി പറയാം. അഡ്ജൻഡസ് എടുക്കാം. തോമസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻഡസ് റൗണ്ട്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് ഉണ്ട്: സെൻറ്റ് തോമസ്, മിഷൻ. സെൻറ്റ് തോമസ് എന്നുള്ള ഓപ്ഷനാണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെൻറ്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഏത് ഓപ്ഷനാണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത്? മിഷൻ ഓപ്റ്റ് ചെയ്യുന്നു. നവീൻ ആലോചിച്ച് മിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: മിഷൻ ലീഗ് എന്നാണ് സ്ഥാപിക്കപ്പെട്ടത്? 1947 ഒക്ടോബർ 3, 1999 സെപ്റ്റംബർ 8, 1946 ഓഗസ്റ്റ് 15, 1990 ഒക്ടോബർ 3. നവീൻ ഏത് ഉത്തരമാണ് സെലക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ 1947 ഒക്ടോബർ 3. ശരിയാണോ നോക്കാം? ആൻസർ കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. 1947 ഒക്ടോബർ 3 കറക്റ്റ് ആൻസർ ആണ്. പക്ഷെ ഈ റൗണ്ടിൽ സമ്മാനം നമുക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. ആ ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: മാർത്തോമാ സ്ലീവ എന്തിനെ സൂചിപ്പിക്കുന്നു? ഈശോയുടെ ഉദ്ധാനത്തെ സൂചിപ്പിക്കുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് വേണം ഉത്തരം പറയാൻ. ഉത്തരം ഇത് തന്നെയാണോ? ശരിയാണ്. നവീൻ ഇത്ര ഉറപ്പിച്ച് പറയണമെങ്കിൽ തങ്കു നമുക്ക് ആൻസർ നോക്കിയാലോ? അതെ, കറക്റ്റാണ് ആൻസർ. അപ്പോൾ ദാ രണ്ടാമത്തെ റൗണ്ടിലെയും 2 ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിരിക്കുകയാണ് തങ്കു. ഇനി നമ്മൾ സമ്മാനം വേണമെന്ന് ചോദിക്കേണ്ട, സമ്മാനം കൊടുത്തേക്ക്. തങ്കു, നമുക്ക് നമ്മുടെ ഓഡിയൻസിന് ഒരു ക്വസ്റ്റ്യൻ കൊടുത്താലോ? ആ, ചോദിച്ചോട്ടെ. ചോദ്യം ഇതാണ്: നവീകരിച്ച ധോണി ഇടവക ദേവാലയം വെഞ്ചരിച്ചത് എന്നാണ്. ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ചേട്ടൻ പക്ഷെ അവിടെ ഒരു കൈ പൊക്കി. ആൻസർ അറിയാമോ? ഇപ്പത്തെ ദേവാലയമാണ് വെഞ്ചരിച്ചത് എന്നാണെന്ന്. അറിയില്ലേ? എന്നാ മുന്നോട്ട് പോരെ, കൈയടിച്ചൊന്ന്. അപ്പൊ ചേട്ടാ, ആൻസർ എന്താണ്?
മെയ് 20, 2023. ഉത്തരം ശരിയാണോ? അപ്പോൾ ആൻസർ കറക്റ്റ് ആണ്. ഞങ്ങളിനി പറയണ്ടല്ലോ, ഓഡിയൻസ് കൈ അടിച്ചു. ചുമ്മാ പോണോ സമ്മാനം വേണോ? സമ്മാനം വേണം ചേട്ടൻ കൂളായിട്ട് പറഞ്ഞു. അപ്പോൾ ആ സമ്മാനം നമുക്ക് കൊടുക്കാം. ഇനി അവശേഷിക്കുന്നത് 2 റൗണ്ടുകളാണ്. ജെറിക്കോ റൗണ്ട്, മാർഗം റൗണ്ട്. ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്? മാർഗം റൗണ്ട് ചൂസ് ചെയ്യാം. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഈ റൗണ്ടിൽ സ്ക്രീനിൽ 2 വിശുദ്ധരെ കാണിക്കും. വിശുദ്ധ ലാസർ ദേവസഹായം, വിശുദ്ധ മറിയം ത്രേസ്യ. ആരെയാണ് കൂടുതൽ ഇഷ്ടം നവീന്? വിശുദ്ധ ദേവസഹായം പിള്ളേനെ. വിശുദ്ധ ലാസർ ദേവസഹായത്തിനാണ് അത്ര ഇഷ്ടം. അപ്പോൾ ലാസർ ദേവസഹായത്തെയാണ് ഓപ്റ്റ് ചെയ്യുന്നത്. ചോദ്യം വിശുദ്ധനെ കുറിച്ചിട്ടായിരിക്കും. അതെ. അപ്പോൾ നമുക്ക് ചോദ്യം ഏതാണെന്ന് നോക്കാം. ദൈവസഹായം മാമോദിസ സ്വീകരിച്ച വടക്കൻകുളം ദേവാലയം ഏത് മിഷന്റെ ഭാഗമായിരുന്നു? ഡച്ച് മിഷന്റെ. ഉറപ്പാണോ? അത്ര ഉറപ്പില്ല. ഉറപ്പില്ല. ഇപ്രാവശ്യം നമ്മുടെ നാട്ടുകാരൊന്നും കൈയടിക്കുന്നില്ലല്ലോ. അവർക്കും ഉറപ്പില്ല. അവർ ഇതിൻ്റെ കൈ വിട്ടു എന്നാണ് തോന്നുന്നത്. ആൻസർ നമുക്ക് നോക്കാം. നേമം മിഷൻ. പക്ഷെ ഓഡിയൻസ് അടിപൊളിയാട്ടോ. തെറ്റ് ആൻസർ ആണെങ്കിൽ അവർ കൈയടിച്ചു. അല്ല, കൊള്ളാം, അടിപൊളിയല്ലേ? അതാണ് സ്നേഹം. നമ്മുടെ ചേട്ടനൊന്ന് പറയാം, പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ അടിപൊളിയാണ്. നിങ്ങൾ ഓഡിയൻസിന് വേണ്ടി ഒരു കൈയടി നിങ്ങൾ തന്നെ കൊടുത്തേ. നവീന് ബോറടിച്ചോ ചോദ്യങ്ങൾ മാത്രമായിട്ട്? അന്ന് എന്തായാലും നമ്മൾ പ്രോഗ്രാം വെക്കണം. അപ്പോൾ സിംഗിൾ ഡാൻസുമായി ധോണി ഇടവകയിൽ നിന്നും നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് മെറിനാണ്. ഒരു നല്ല കൈയടി കൊടുത്തുകൊണ്ട് മെറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്നേഹത്തെ പിന്തള്ളി തിന്മൈ വിളയിച്ച പാപിനിയാണവൾ. സ്നേഹത്തെ പിന്തള്ളി തിന്മൈ വിളയിച്ച പാപിനിയാണവൾ. ആദിമാതാ, ആദിമാതാ.
ഈ പ്രോഗ്രാം ദൈവാനുഗ്രഹപ്രദമാക്കാനായി നമുക്കിടയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് പാലക്കാട് രൂപതയുടെ ഇടയനും പിതാവുമായ അഭിവന്യ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവാണ്. പിതാവിനെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, കത്തോലിക്ക സഭയുടെ പ്രേക്ഷിത രംഗത്തേക്ക് വീര്യത്തോടും അഭിനിവേശത്തോടും കൂടി കടന്നു ചെല്ലാൻ നമ്മുടെ ഏതാനും മക്കൾ ഒരുങ്ങിയിരിക്കുകയാണ്. പ്രേക്ഷിത രംഗത്തെക്കുറിച്ചുള്ള അവരുടെ അറിവും അഭിനിവേശവും വർദ്ധിപ്പിക്കുവാൻ വലിയ തീഷ്ണതയോടെ അത്യന്തം ത്യാഗബുദ്ധിയ ഒരു ടീം ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. MST സൊസൈറ്റി അംഗങ്ങൾ, അതുപോലെ നമുക്കേവർക്കും പ്രിയങ്കരമായ രീതിയിൽ ആത്മീയ പ്രോഗ്രാം TV-യിലൂടെ നമ്മളെ കാണുകയും കാണിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാലോം TV, അതുപോലെ തന്നെ നമ്മുടെ പാലക്കാടിൻ്റെ സാൻജോ മീഡിയ, ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും കൂട്ടിയിണക്കി സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ച്, പ്രേക്ഷിത രംഗങ്ങളിലുള്ള എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുവാൻ, അതിനെക്കുറിച്ച് നമ്മൾ നേടിയിരിക്കുന്ന അറിവ് പരസ്യമായി അറിയിക്കുവാൻ, പല വിധത്തിൽ സമ്മാനിതരാകുവാൻ വേദി ഒരുക്കിയിരിക്കുകയാണ്. ഇതെല്ലാറ്റിനും ഒരു ലക്ഷ്യമേ ഉള്ളൂ: എല്ലാവരും മിഷണറിമാരാവുക. ഇതിനെല്ലാ പ്രവർത്തകരോടും പാലക്കാട് രൂപതയ്ക്കുള്ള എല്ലാ അഭിനന്ദനങ്ങളും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ദൈവം ഈ സംരംഭത്തെ തുടർന്ന് ആശീർവദിച്ച് ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാവരും നല്ല മിഷണറിമാരായി തീരുവാൻ, ഈശോയുടെ പ്രേക്ഷിതരായി തീരുവാൻ സാധ്യമാകട്ടെ എന്ന് അഭിലഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന് സ്തുതി. ഇനി അവശേഷിക്കുന്നത് ഒരേ ഒരു റൗണ്ടാണ്. അത് ജെറീക്കോ റൗണ്ടാണ്. അതൊരു വിഷ്വൽ റൗണ്ട് ആയിരിക്കും. അപ്പം നമ്മൾ ഒരു വീഡിയോ പ്ലേ ചെയ്യും. അത് നമുക്ക് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കാണണം. എന്തെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ നോട്ട് പാഡിൽ നമുക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. നവീൻ റെഡിയല്ലേ? നമുക്ക് ആ വീഡിയോ കാണാം. സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മേഖലകൾ. കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലായി സീറോ മലബാർ സഭയ്ക്ക് 18 രൂപതകളുണ്ട്. ഇവയിൽ 9 രൂപതകൾ പ്രവാസി അജപാലനവും പ്രേക്ഷിത പ്രവർത്തനവും ഒന്നിച്ചു കൊണ്ടുപോകുന്നവയാണ്. അവ കർണാടകയിലെ ബൽത്തങ്ങാടി, ഭദ്രാവതി, മാണ്ഡ്യ, തമിഴ്നാട്ടിലുള്ള രാമനാഥപുരം, തക്കല, ഹൊസൂർ, മഹാരാഷ്ട്രയിലെ കല്യാൺ, ദില്ലി, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഫരീദാബാദ്, ഇന്ത്യയിൽ സീറോ മലബാർ രൂപതകളുടെ സാന്നിധ്യമില്ലാത്ത ഇടങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനം ത്വരിതപ്പെടുത്തുവാൻ സ്ഥാപിതമായ ഷംഷാബാദ് എന്നിവയാണ്. ചോദ്യം കണ്ടാലോ? കർണാടക സംസ്ഥാനത്തിൽ പ്രേക്ഷിത പ്രവർത്തനവും അജപാലന ശുശ്രൂഷയും ഒന്നിച്ച് നിർവഹിക്കുന്ന സീറോ മലബാർ സഭയുടെ രൂപതകൾ എത്ര, ഏതൊക്കെ? 2, മാണ്ഡ്യയും ബെൽത്തങ്ങാടിയും. 2 തന്നെയാണോ പറഞ്ഞേ? 2 തന്നെയാണ്. ഉറപ്പാണോ? അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ 3 ബെൽത്തങ്ങാടി, ഭദ്രാവതി, മാണ്ഡ്യ. 2 പറഞ്ഞു. 1 മിസ്സായി പോയുള്ളൂ. അപ്പോൾ സമ്മാനം കൊടുക്കണോ വേണ്ടയോ? കൊടുക്കണം. അവർ കൊടുക്കാനാണ് പറയുന്നത്. ആ സമ്മാനം കൊടുക്കാം. അടുത്തതായിട്ടുള്ളത് ഓഡിയൻസിന് വേണ്ടിയുള്ള ഒരു ജനറൽ റൗണ്ടാണ്. ചോദിച്ചോട്ടെ. ചോദ്യം ഇതാണ്: നവീകരിച്ച ധോണി ഇടവക ദേവാലയം വെഞ്ചരിച്ചത് ആര്? കുറേ പേര് കൈപ്പൊക്കി. ആദ്യം എണീറ്റ് വരുന്ന ആൾക്ക്. ആദ്യം നമ്മുടെ മിടുക്കിയാണ് എണീറ്റ് വന്നത്. ആൻസർ എന്താണ്? പീറ്റർ പിതാവ്. നമ്മുടെ ഓഡിയൻസ് കൈയടിച്ചു. ഇനി ഞങ്ങൾ ആൻസർ പറയണോ? വെറുതെ പറഞ്ഞേക്കാം, ഞങ്ങൾ എന്തായാലും പഠിച്ചു വന്നതല്ലേ. മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവാണ്. ആൻസർ കറക്റ്റ് ആണ്. ഒരു കയ്യടി കൂടി കൊടുക്കോ? സമ്മാനം വേണ്ടേ?
നവീൻ്റെ 6 ചോദ്യങ്ങൾ കഴിഞ്ഞു. 4 റൗണ്ട് കഴിഞ്ഞു. അവശേഷിക്കുന്നത് ഒരൊറ്റ ചോദ്യമാണ്. രൂപതയോ ഇടവകയോ കുറിച്ചുള്ള ഒരു 7ാമത്തെ ചോദ്യം. ആ ചോദ്യം നോക്കിയാലോ? നോക്കാം. ചോദ്യം നോക്കാം. പുലാപ്പറ്റ പള്ളി സ്വതന്ത്ര ഇടവകയായി ഉയർത്തപ്പെട്ടതിന് ശേഷം നിയമിതനായ പ്രഥമ വികാരി ആര്? ബഹുമാനപ്പെട്ട പീറ്റർ കുരുത്തുകുളങ്ങര അച്ഛൻ. അപ്പം നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ചെക്ക് ചെയ്യാം. ബഹുമാനപ്പെട്ട പീറ്റർ കുരുതുംകുളങ്ങര അച്ഛൻ. അപ്പം നമ്മുടെ 7 ചോദ്യങ്ങളും കഴിഞ്ഞു. പോരല്ലേ? പോരൻ്റെ അവിടെ തന്നെ നിന്നാൽ മതിയോ? പോരണം. ആ സമ്മാനങ്ങളായിട്ട് പോരെ. ഒരു ഉത്തരം തെറ്റിപ്പോയത് കൊണ്ട് നമുക്ക് മെമൻറ്റോ ഇല്ല, പക്ഷേ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ആ നേടിയിരിക്കുന്ന ഗിഫ്റ്റുകളും ഗിഫ്റ്റ് ബാഗുമായിട്ടാണ് നവീൻ പോകാൻ പോകുന്നത്. നവീൻ്റെ വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? എൻ്റെ വീട്ടിൽ നിന്ന് പപ്പയും അമ്മയും അനിയത്തിയും വന്നിട്ടുണ്ട്. പപ്പയും അമ്മയും അനിയത്തിയും ഒക്കെ ഒന്ന് വരാമോ? സമ്മാനങ്ങളൊക്കെ കൊണ്ടുപോകണ്ടേ? നമ്മുടെ ആദ്യത്തെ പാർട്ടിസിപ്പൻ്റ് പ്രേക്ഷിത വാഹിനിയിൽ വന്ന് നവീൻ സമ്മാനങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അവശേഷിക്കുന്നത് 3 പാർട്ടിസിപ്പൻസ് ആണ്. പക്ഷേ നമ്മുടെ ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. തങ്കു, എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്താലോ? അതെ. ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം നിന്റെ മാർഗം ശുഭമാക്കും. അവിടുത്തെ ദൂതൻ നിന്നെ കാത്തുകൊള്ളും. ഏവർക്കും ദൈവാനുഗ്രഹപ്രദമായ ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. Sando Mission Christainment. This is Likita. This is Tangamani. Signing off. Thank you. പ്രേക്ഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാം.